അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മള് ഒരു Q&A ചെയ്യാൻ വേണ്ടി വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷമാണെന്ന് തോന്നില്ലേ നമ്മൾ Q&A ചെയ്തത് 2 വർഷം മുന്നേ. 2 വർഷം മുന്നേ അതെ, ഈ എടുത്തു കഴിഞ്ഞതുപോലെ ഉണ്ട്. അതെന്താന്ന് വെച്ചാല് നമുക്ക് ആ സമയത്തുള്ള എന്താ പറയാ 1 മില്യൺ ആയ സമയത്താണ് നമ്മൾ ആ ഒരു Q&A ചെയ്തത്. ഇതിപ്പോ 2 മില്യൺ ആവാൻ പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു Q&A ചെയ്യുന്നത്. പിന്നെ കുറച്ചധികം കാലയളവ് എടുത്തിട്ട് അതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മുടെ കാര്യം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മള് 4 പേര് എന്നുള്ളതിൽ നിന്ന് 6 പേരിലേക്ക് ആയി നിൽക്കുകയാണ്. അന്ന് നമ്മള് അത് Q&A ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ 4 പേര് ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മള് 6 പേരുടെ കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ ഒരു ലോഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 14,000 ക്വസ്റ്റ്യൻസ് എന്ന് കണ്ടപ്പോ തന്നെ ഞങ്ങളെ കിളി പോയി. അതെ, അതിന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോ ഇതില് ഒക്കെ നമ്മൾ സോർട്ട് ചെയ്ത് എടുക്കാൻ തന്നെ നമുക്കൊരു ടൈം എടുത്തു. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത്. പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഈ ഷൂട്ടിംഗ് ഷെഡ്യൂളും പിന്നെ കണ്ണൂരിൽ പോയി തിരിച്ചു വരുന്ന ആ ഒരു ടൈമും കൂടി അതും നമുക്ക് മാച്ച് ആക്കണല്ലോ. ആ കാരണങ്ങളെല്ലാം കൊണ്ട് കൂടിയാണ് ഇത്രയും ലേറ്റ് ആയി പോയത്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. ഒരുപാട് സംശയങ്ങൾ നമ്മൾ കഴിഞ്ഞ Q&A തീർത്തതാണ്. പക്ഷെ പുതിയതായിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്കറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ 4 നിന്നും 6 ആയതിന്റെ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾക്ക് പറയാനുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ ആൻസർ തരുന്നതായിരിക്കും. എല്ലാവരും ക്ഷമയോടെ മൊത്തം Q&A എന്തായാലും കേട്ടിരിക്കുക. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഞാൻ വായിക്കാൻ തന്നെ. നിങ്ങൾക്ക് അതിന് മുന്നേ ഞാൻ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ Q&A വന്നിരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? അത് ഞങ്ങൾ അത് ഇവരെടുത്ത് ചോദിക്കട്ടെ. ഫസ്റ്റ് ടൈം അല്ലേ ഇവർ 2 പേര് Q&A വന്നിരിക്കുന്നത്? സാധാരണ വീഡിയോസിൽ നമ്മൾ ഇരുന്ന് ചെയ്യുന്ന പോലെ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യമാണല്ലോ ഈ Q&A. അതെ, നമ്മളെ കാര്യങ്ങൾ പറയാണ്. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. അതാന്നുള്ളത് കറക്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാലൊരു മനസ്സിലാവുള്ളൂ. ഈ ചാലഞ്ചസ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ചോദിക്കുക പറയാന്നുള്ളത് കുറച്ചുകൂടി രസമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്തില്ലേ, ഇതിപ്പോ നമ്മള് ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മളെ കാര്യങ്ങൾ ഒരു ഇതും കൂടെ പറഞ്ഞുതരാം. നമ്മള് ട്രിപ്പ് പോകുന്ന സമയത്ത് ഇവൻ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഓരോ ക്വസ്റ്റ്യൻസും കൂടെ എടുത്തിടും. ഇങ്ങനെ എന്ത് തോന്നുന്നു അങ്ങനെ പല ക്വസ്റ്റ്യൻസ് മൂപ്പരായിട്ട് ബിൽഡ് അല്ല, മെയിൻ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അഞ്ജുവിനെ മിസ് ചെയ്യുന്നുണ്ടോ? രസമുണ്ടോ വെച്ചാൽ ഇതുവരെ ചെയ്യാത്തോണ്ടുള്ള ഒരു ഇതുണ്ട്. അതിനിപ്പോ ചെയ്ത ശീലായിക്കോളും. അപ്പൊ ഇന്നത്തെ Q&A കഴിയുമ്പോ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നതായിരിക്കും. ഒരുപാട് സംശയങ്ങളും മാറും. അതെ, സംശയങ്ങളൊക്കെ മാറും. അല്ലാതെ തന്നെ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെ, എല്ലാം ഉത്തരം കിട്ടുന്നതായിരിക്കും. തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമലേട്ടനോടാണ് ആദ്യമായി ഈ ഗ്രൂപ്പിലേക്ക് അമലേട്ടനോടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യമായി ഈ ഗ്രൂപ്പിലേക്ക് വന്നപ്പോ എന്താണ് തോന്നിയത്? ഫസ്റ്റ് ഇംപ്രഷൻ. ചോദിക്കുന്നതാണ്, പക്ഷെ ഇങ്ങനെ ചോദിച്ചു കേൾക്കുമ്പോൾ രസമുണ്ട്. ഇപ്പൊ ഒരു മിനിറ്റ് അതിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാല് ഞാൻ അഞ്ജുവിനെ പരിചയപ്പെട്ടപ്പോൾ മുതൽ അഞ്ജു ഇവരെ പറ്റി എല്ലാവരെ പറ്റിയിട്ടും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിലുപരി ഇവരെ പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്താണ് എല്ലാവരും എങ്ങനെയാണ്. ഇവള് പറഞ്ഞതിനേക്കാളും സൂപ്പറാണ്. ഇപ്പൊ 4 ആള് ഒരേപോലെയാണ്. ഫ്രണ്ട്സ് എന്നുള്ളതിലുപരി നമുക്കിപ്പോ നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. സത്യമാണ്. അതായത് നമ്മള് ഒരാള് പെട്ടെന്ന് നമ്മളെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണോ അതിന്റെ ഒരു രീതി എന്നൊന്നും അറിയാതെ വന്നിട്ട് പെട്ടെന്ന് അതില് ബ്ലെൻഡ് ആവാന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. ആദ്യത്തെ തവണ കണ്ടപ്പോ കുറച്ച് ഷൈ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ തവണ വന്നപ്പോ ബ്ലെൻഡായി. അത് കറക്റ്റാ സെല്ലു പറഞ്ഞ കറക്റ്റ്. എന്താ വെച്ചാല് ഫസ്റ്റ് ടൈം വന്ന് പരിചയപ്പെട്ട ആ ഒരു കഴിഞ്ഞ ശേഷം 2ാമത്തെ പ്രാവശ്യം വരുമ്പോ പിന്നെ വേറെ തന്നെ ഒരു രീതിയിൽ പെട്ടെന്ന് ഞാൻ വന്നതാണ്, ഞാൻ വിട്ടുപോയി. അത് സത്യമാണ്. അതായത് ഞാൻ എന്റെ അടുത്തുനിന്ന് മറ്റുള്ളവരെ പരിചയപ്പെടുന്ന പോലെയല്ല. ഇവര് ഫ്രണ്ട്സ് ആണ്, ഞാന് ഭാര്യയാണ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് സംഭവം അറിയോ? ഈ ഇവര് ഇവിടെ നിക്കാൻ വരുമല്ലോ, കോഴിക്കോട് നിക്കാൻ വരുന്ന സമയത്ത് രാവിലെ നേരം വെളുത്താ വിളിക്കും,
നിങ്ങൾ അറിഞ്ഞില്ലേ 5 ഇന്നലെ വിളിക്കുക, അമലേട്ടനെ വിളിക്കുക, എന്നിട്ട് 5-ന്റെ രാവിലെ വെറുപ്പിക്കും. അത് ഇവിടെയും കണക്കന്നെ കേട്ടോ. എന്നെ രാവിലെ 5 അമല എപ്പോഴാ വരാ? അപ്പൊ ഞാൻ പറഞ്ഞു ഈ വിളിച്ചോക്ക്, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വരുന്നാ പറഞ്ഞതെന്ന് അറിയും. പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? അതുപോലെയാണ് എല്ലാരും പെട്ടെന്ന് ബ്ലെൻഡായി. അമലേട്ടപ്പൊ പുറത്തുനിന്ന്, അതായത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു വന്ന അങ്ങനത്തെ ഒരു ഫീല് ഞങ്ങൾക്കില്ല. ഞങ്ങൾ 6 ആളിപ്പോ പറഞ്ഞ പോലെ ഒരു ഫാമിലി പോലെയാണ്. അത് ഈ ഒരു അടുത്തായിട്ട് പരിചയപ്പെട്ട ഒരാളെ പോലെയല്ലോ, കൊല്ലങ്ങളായിട്ട് നമ്മളെ കൂടെ തന്നെ ഉള്ള ഒരാളെ പോലെ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അമലിനോടായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജുനുവിനോടാണ്. ജുനുവിനോട് ഇവരുടെ ഇടയിൽ നിൽക്കുമ്പോ എന്ത് തോന്നുന്നു? അതായത് അതിന്റെ ഞാൻ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്തരാം. നമുക്ക് വേറെയും കുറെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ വേറെ സർക്കിൾ വളരെ വലിയ, ഞങ്ങളെന്നും പോലെയല്ല, അതായത് ഭയങ്കര വലിയ കുറെ ആൾക്കാരായിട്ട് പരിചയമുള്ള ഒരാളാണ്. അതെ, അതൊന്നും ഞങ്ങൾ ആയിട്ട് ഇങ്ങനെ വ്യത്യാസം വരുമ്പോൾ ആ ഒരു രസം എന്താണ് എന്താന്ന് വെച്ചാല് ഇവര് പറഞ്ഞ കറക്റ്റാണ്. കാരണം എനിക്ക് ഒരുപാട് രീതിയിലുള്ള സർക്കിൾസ് ഉണ്ട്. കോളേജിലുണ്ട്, അതേപോലെ തന്നെ നാട്ടിലുണ്ട്, പിന്നെ അതേപോലെ ടൗൺ ഭാഗത്തുള്ളതുണ്ട്, പിന്നെ വണ്ടിപരമായിട്ടുള്ളതുണ്ട്. ഒരുപാട് രീതിയിലുള്ള സർക്കിൾസ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പെട്ടെന്ന് ഞാൻ ഈ ഒരു രീതിയിൽ 6 ആൾക്കാർ എന്നുള്ള രീതിയിലേക്ക് പെട്ടെന്ന് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോ ഇവരുടെ ഇടയിലേക്ക് ഞാൻ നോർമലായിട്ട് വന്ന ടൈമിൽ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചെങ്കിൽ പക്ക നമുക്ക് ശരിക്കും പറയണമെങ്കിൽ ഒരു ഫാമിലി നമ്മളെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആ ഒരു പക്ക ആ ഒരു ഫീലിൽ തന്നെ മൊത്തം ഫാമിലി ഒരുമിച്ച് ഫ്രണ്ട്സ് ആണ് പക്ഷെ ഫാമിലി എന്നുള്ള രീതിയിലേക്ക് ഇരിക്കുന്ന ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. നമ്മളിപ്പം ഫാമിലിയിലൊക്കെ നമ്മൾ ഒരുമിച്ച് എന്ത് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ഇവരോട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. സീരിയസ്ലി നമ്മൾ അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചതാട്ടോ, ഒറ്റൊരാളെ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ജുനുക്കായും അമലേട്ടനും വന്നപ്പോ സല്ലു, ശ്രീ, ഷാമി, അഞ്ചിക്ക് തോന്നിയ മാറ്റം എന്താണ്? വന്ന മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ 4 പേരും ഒരേ റൂട്ടില് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരേ സ്വഭാവമുള്ള ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സല്ലുവിനാണെങ്കിലും ശ്രീക്കാണെങ്കിലും ഷാമിക്കാണെങ്കിലും എനിക്കാണെങ്കിലും 4 ടൈപ്പ് സ്വഭാവമായിരുന്നു. പക്ഷെ ഞങ്ങള് ഒന്നിച്ച് നീങ്ങി ഞങ്ങൾ എല്ലാം കൂടെ എല്ലാവർക്കും ഒരേ സ്വഭാവമായി, എല്ലാവർക്കും ഒരേ ഇമോഷണൽ ആ ഒരു എന്താ പറയാ ആ ഒരു രീതിയിലാണ് എല്ലാവരുടെ ബ്രെയിനും വർക്ക്. അതെ, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സെയിം ആയിരിക്കും, ഇഷ്ടമുള്ള കാര്യങ്ങൾ സെയിം ആയിരിക്കും, റൂട്ടീന് സെയിം ആയിരിക്കും. മാറ്റാട്ടോ, അല്ലാണ്ട് നമ്മൾ ഓൾറെഡി അങ്ങനെയുള്ള ആൾക്കാരായിരുന്നില്ല. ഗ്രാജുവലി നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ ആയതാ. ഇവര് പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോ ഇവര് ഭയങ്കര പൊട്ടിത്തെറിയുള്ള ആൾക്കാരാണ്. ഞങ്ങള് പക്ഷെ ശരിക്കും അത്ര എക്സ്ട്രോവേർട്ട് അല്ല. ഞങ്ങള് വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോ നമ്മള് നേരിട്ട് ആൾക്കാരൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾ കുറച്ച് സൈലന്റ് ആണല്ലോ എന്ന് പറയും. പക്ഷെ നമ്മള് നേരിട്ട് അത് ഞങ്ങളുടെ ഈ സർക്കിളിൽ ഞങ്ങൾ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്. ഇവരെ അപേക്ഷിച്ച് നോക്കുമ്പോ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ് ഗൈസ്. പക്ഷെ എന്താ പറയാ, നമ്മൾ രണ്ടാളും വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ഓരോ ദിവസം ഒരേ റൊട്ടീനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഞങ്ങൾ തന്നെ മതി എന്നുള്ള ഒരു മൈൻഡിലാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിലേക്കാണ് ജുൻഖാനെ ഞാൻ ഈ ഒരു സർക്കിളിൽ ഇവരെ അറിയാമെന്നല്ലാതെ പരിചയം കൊണ്ടുവന്നിട്ടില്ലേനു. അപ്പോ ജുൻഖാനെ കൊണ്ടുവന്നതിന് ശേഷം ഇവര് 2 ആളും ഏകദേശം ഒരേ ടൈമിലേക്കാണ് ഞങ്ങൾ 4 ആളുടെ ഇടയിലേക്ക് കയറി വരുന്നത്. അപ്പൊ ഈ 2 പേർക്കും ഒരേ സ്വഭാവമാണ്. ഇവർ 2 പേരും കറക്റ്റ് ആണ്. ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവര് സംസാരിക്കുന്നത്, പിന്നെ ഇവരുടെ ആ ഒരു എന്താ പറയാ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ പൊട്ടിത്തെറി സംസാരിക്കില്ല, ഇങ്ങനെ ചിരിച്ച് അങ്ങനെ ബഹളമായിട്ട് അങ്ങനത്തെ 2 ആൾക്കാരാണ്. പിന്നെ ജുനുവിന്റെയും ഷാമിന്റെയും പെണ്ണ് കാണുന്ന സമയത്താണ് ജുനു നമുക്ക് ചാനലിലേക്ക് വരുന്നത്. ആ ഒരു സമയത്താണ് ഞാൻ അമലേട്ടനായിട്ട് സംസാരിച്ച് അങ്ങനെ ഈ കല്യാണത്തിന്റെ ആ ഒരു രീതിയിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 2 കൂട്ടരും വന്നത് ഒരേ സമയത്താണ്. അങ്ങനെ 4 എന്നുള്ളത് പെട്ടെന്ന് 5 ആയി 6 ആയതല്ല, ഒറ്റയ്ക്ക് 6 ആയ പോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിലേക്ക് വന്ന മാറ്റം എന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയാ, ഞങ്ങളും കുറച്ച് പൊട്ടിത്തെറി പോലെ. ഞങ്ങൾ ഇവര് വരുന്ന സമയത്ത് ഭയങ്കര ലൗഡാ. അല്ല, കാക്ക് വോയിസ് വന്നത് വരെ സല്ല് ഭയങ്കര കോമഡിയാണ്, സല്ല് ഭയങ്കര രസമാണ് സംസാരിക്കുന്നത്,
സല്ലു ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞങ്ങൾ അതെ ഞങ്ങള് മൂന്നാളടുത്താണ് ഇവന് ഈ കുട്ടികളി ഇതൊക്കെ ആയിട്ട് കളിക്കുക. ഇവര് വന്നതിന് ശേഷമാണ് ഇവര് വീഡിയോയില് വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഇഷ്ടം, അല്ലാണ്ട് ഭയങ്കര ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമായി തുടങ്ങിയത് ഇവര് വന്നതിന് ശേഷം. വീഡിയോയിൽ വരാൻ കുറച്ച് താല്പര്യം കാണിക്കുന്നത് ഇപ്പോഴാണ്. ചുരുക്കി പറഞ്ഞാല് ഇവര് രണ്ടുപേരും കൂടെ നമ്മുടെ ഈ ഒരു ഗ്യാങ്ങിലേക്ക് വന്നപ്പം ഞങ്ങള് മൊത്തത്തിലൊന്ന് ലൗഡായി. ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയാ ജോളി ഉണ്ടായിരുന്നതിൽ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെയായി കാര്യങ്ങൾ മൊത്തം. അതെ അതാണ് ഞങ്ങൾക്ക് വന്ന മാറ്റം. അങ്ങനെയാണ് ഞങ്ങൾ കർണാടക വരെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നടക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ സ്പോട്ടിൽ തിരിച്ച് വീട്ടിൽ കയറും ഞങ്ങള്. ഞങ്ങൾ അവിടുന്ന് പിന്നെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കടന്ന് ഇവര് രണ്ടുപേരുമാണ് പുഷ് ചെയ്യുന്നത്. ഈ രാത്രി ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ ആകുമ്പോഴത്തേനും അവിടെ എത്താം. എന്നിട്ട് രാവിലെ നമുക്ക് കൂർഗ് മൊത്തം കറങ്ങാന്ന് പറഞ്ഞു. അതിന് വരെ ഞങ്ങൾ എന്താ ആലോചിക്കുന്ന അറിയാം, ഞങ്ങൾ 3 പേരും 4 പേരും കൂടി ഇങ്ങനെ ആലോചിക്കും, നമ്മളിപ്പോ ഇവിടുന്ന് ഇതുവരെ ക്ഷീണിച്ചില്ല, ഇനി നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് രാവിലെ പോയാൽ മതി. ആയിരിക്കില്ല. അതെ അങ്ങനെ ഞങ്ങൾ 100 തവണ ആലോചിക്കുമ്പോ ഇവർക്ക് ഒരൊറ്റ മൈൻഡാണ്, രണ്ടാക്കും കൂടി ഒറ്റ മൈൻഡ്, അങ്ങനെ അങ്ങോട്ട് പോവുക ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ലിമിറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ വൈഡായി. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പ്ലാനിങ്സും കുറച്ചുകൂടെ വൈഡായി. അതൊക്കെ ഇനി വഴിയെ വരും ഗൈസ്. ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട, ഇതാ ക്യാമറ അവിടെ ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് മാത്രാട്ടോ, അതുകൊണ്ട് കഴിഞ്ഞ ആള് ഭയങ്കര ലൗഡാണ്. ഇപ്പൊ സൈലന്റ്, ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ വയലന്റ്. അറിയാതെ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇത് വലിയൊരു എസ്സേയാണ്, അത് ഞങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മെയിൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. ടു സല്ലു, യു ആർ ദ മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ദ ക്യാമറ. ഹൗ ഡു യു കം അപ്പ് വിത്ത് സച്ച് ക്രിയേറ്റീവ് വീഡിയോ ഐഡിയാസ് ആൻഡ് വാട്ട് ഇസ് യുവർ പ്രോസസ് ഫോർ ഷൂട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് ദം? പ്രോസസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. പ്രോസസ് എന്ന് പറഞ്ഞാൽ വലിയ പ്രോസസ്സാണ്. ശരിക്കും ഇതിന്റെ മാത്രം ഐഡിയ ഇല്ല. ഞങ്ങള് നിങ്ങൾക്കറിയാം, മുന്നത്തെ ക്യൂനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളെ കണ്ടന്റ്സ് ഒക്കെ വേറെ ആയിരുന്നു. നമ്മള് ഇൻഫർമേഷൻ ടൈപ്പ് വീഡിയോസ്, സിനിമേനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ശ്രീ അവതരിപ്പിക്കും, ഞാനും അഞ്ചി കൂടെ സ്ക്രിപ്റ്റ് ചെയ്യും, അങ്ങനെയായിരുന്നു. ആ സമയത്ത് ഷാമി ഇല്ല ഗൈസ്. ഷാമി ലൈറ്റ് പിടിച്ചിരുന്ന അതായത് അങ്ങനത്തെ സെറ്റപ്പിൽ നിൽക്കുമ്പോ ലൈറ്റ് ഒരു ഡാർക്ക് തീമിലൊക്കെ ആയിരുന്നു. അത് അന്ന് ചെറുതാണ് ഗൈസ്. എത്ര 10 വയസ്സോ 15 വയസ്സോ? അത്ര ചെറുതല്ല. ഡിഗ്രി ഫസ്റ്റ് ഇയറിനൊക്കെ ജോയിൻ ചെയ്ത 19 വയസ്സായി. ഒരു 18 ഒക്കെ ഉണ്ടാവുള്ളൂ. 18 ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ടൈപ്പ് കണ്ടന്റ്സ് ഒക്കെ ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഗ്രാജുവലി ആണ് എന്താ പറയാ ഈ ചാലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയത്. അപ്പം ആ ഐഡിയ ഒരു ചാലഞ്ച് വീഡിയോസ് ആ സമയത്തൊന്നും മലയാളത്തിൽ അങ്ങനെ ചാലഞ്ച് വീഡിയോസ് മാത്രം ചെയ്യുന്ന ചാനൽസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ തന്നെ എല്ലാവരും ഇരുന്ന്, ഞങ്ങൾ 4 പേര് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു കണ്ടന്റ്സ് കൊണ്ടുവന്നത്. അപ്പൊ ഓരോ കണ്ടന്റും ഞങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാം. പിന്നെ സല്ലു ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പാടില്ലാത്ത അങ്ങനെ മിസ്റ്ററി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവൻ പോയി വാങ്ങിക്കും. അങ്ങനത്തെ അതിന്റെ ലിസ്റ്റ് ഇടും, അത് ഞാൻ പോയി വാങ്ങിക്കും. അല്ലാണ്ട് മൊത്തം ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങനെ ചെയ്യല്. പിന്നെ സ്ക്രീനിന്റെ തലയിലാണ് ഇങ്ങനത്തെ വലിയ വലിയ ചാലഞ്ചുകൾ, ഗെയിംസ് ഒക്കെ ഉദ്ദേശിക്കുക അവളെ മൈൻഡിലാണ്. 10 വലിയ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചാലഞ്ചസിന്റെ ലിസ്റ്റ് തരും. അതിൽ 2 ഉണ്ടെങ്കിലും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനത്തെ ചാലഞ്ചസിൽ ഒറ്റ ഒരാള് വാശി പിടിക്കും, ഇത് നടക്കും. ഞങ്ങൾ പറയും വേണോ ശ്രീ, അത് നമുക്ക് ഒരു ദിവസം ചിലപ്പോ അങ്ങനെ പോവില്ലേ, അല്ല ട്രൈ ചെയ്തൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലത് വൺ സക്സസ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. ചിലത് നമ്മള് കൊറേ ദിവസം എടുക്കേണ്ടി വരും അതിന്റെ പ്രിപ്പറേഷൻസ്, എന്നാലും അത് വർക്ക്ഔട്ട് അങ്ങനെ വർക്ക്ഔട്ട് ആയിട്ടുള്ളതാണ് ഈ ക്രാഫ്റ്റിന്റെതൊക്കെ. അതൊക്കെ ഇവിടെ വേണം ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും. കാര്യം ഓക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്, ഞങ്ങൾക്കും ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ നമ്മളങ്ങനെ പ്രോപ്പർ ആയി ഇങ്ങനെ ഇരുന്ന് ചെയ്ത് അതിന്റെ ഔട്ട്കം ഒക്കെ കാണുമ്പോൾ ഒരു ഭംഗിയില്ല. അതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മള് പറയാം. പക്ഷെ അതിന് 1 ദിവസം 2 ദിവസം 3 ദിവസം 4 ദിവസമൊക്കെ ഷൂട്ട് ഉണ്ടാവും. പക്ഷെ ലാസ്റ്റ് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഈ തലയിൽ നിന്ന് ഉദിച്ചു അത് ഈ എന്താണ് കേക്ക് ഡെക്കറേഷൻ വീഡിയോ ഇല്ലേ, കേക്ക് ഡെക്കറേഷൻ വീഡിയോ ഇപ്പോഴാണ് ഐഡിയ കൊണ്ടുവന്നത്. ആ സമയത്ത് എനിക്ക് വലിയ താല്പര്യം ഇരുന്നത് ചെയ്യാൻ, ഞാൻ വർക്ക് ആവോ എന്നൊക്കെ ചോദിച്ചു. അത് മലയാളത്തിൽ അന്ന് വരെ ഇല്ല. കേക്ക് ഡെക്കറേഷൻ ഫസ്റ്റ് നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നത് അത് പുറത്തുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അതിന് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. തീർത്ത് കൊടുക്കണം. നോർമലി ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ
ഷൂട്ടിന്റെ എക്സ്പെൻസ് വെച്ച് നോക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾക്ക് അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യേണ്ട വീഡിയോസ് ആയിരുന്നു അതൊക്കെ. അതെ, കാരണം 3 പേരുണ്ട്, 3 കേക്ക് വേണം, 3 കേക്കിനുള്ള സാധനങ്ങൾ ടേബിള് നിറച്ചു സാധനങ്ങൾ. പിന്നെ നമുക്ക് പുറത്ത് കിട്ടുന്ന അത്രയും നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗിയുള്ള സാധനങ്ങളൊന്നും കിട്ടണം. അപ്പൊ നമ്മളിങ്ങനെ ഓരോരോ സ്ഥലത്തും തേടി നടന്ന് അങ്ങനെ കുറെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വാങ്ങിക്കൂട്ടിയിട്ടാണ് ഓരോരോ സാധനങ്ങളും വാങ്ങിക്കലും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ. അപ്പൊ കണ്ടന്റ് ഐഡിയ നമ്മൾ എല്ലാരും കൂടി ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഒരു ടൈറ്റിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ള എല്ലാം കൂടി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ആയിരിക്കും. അത് എന്തായാലും ഞങ്ങളുടെ 4 പേരുടെയും കോൺട്രിബ്യൂഷനിലാണ് ഓരോ കണ്ടന്റ്സും ഉണ്ടാവുന്നത്. പിന്നെ എഡിറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞാല് ഞാൻ ഇപ്പൊ എഡിറ്റിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ. അതിന് മുന്നേ ശ്രീയനാണ് എഡിറ്റ് ചെയ്യുന്നതും തംബ്നെയിൽ ചെയ്യുന്നൊക്കെ. ഇപ്പോഴും തംബ്നെയിൽ ചെയ്യുന്ന ശ്രീയാണ്. ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെ ഒരു എന്താ പറയാ, നമുക്ക് ടെക്നിക്കലി ഒരു പില്ലർ വേണമല്ലോ. അത് ഇല്ലാണ്ട് നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു വരാനേ പറ്റില്ല. അത് ഒരൊറ്റ ഒരാളെന്ന് പറയുന്നത് ശ്രീയാണ്. ശ്രീനെ നമ്മള് ട്രസ്റ്റ് ചെയ്തിട്ട് ശ്രീന്റെ ഒരു വാക്കിന്റെ പുറത്താണ് നമ്മൾ ഇത് മൊത്തം തുടങ്ങി ഇവിടെ എത്തി നിൽക്കുന്നത്. അതിന് ശേഷമാണ് ഇവൻ മറ്റേ ഞാൻ ഇവളുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ എഡിറ്റിംഗ് കണ്ട് ഞാൻ പഠിച്ചതാണ്. അതിന് ശേഷമാണ് ഞാൻ എഡിറ്റിംഗ് ഏറ്റെടുക്കുന്നത്. അപ്പോഴാണ് ഓളൊന്ന് കുറച്ച് ഫ്രീ ആവുന്നത്. അതുവരെ ഈ തംബ്നെയിലും എഡിറ്റിംഗും അത് നമ്മളാണെങ്കിൽ കറക്റ്റ് ഒരു ദിവസം ഗ്യാപ്പിൽ വീഡിയോസ് ഇങ്ങനെ അങ്ങനെയുണ്ട്. ഒരുപാട് പേര് ചോദിച്ചു തംബ്നെയിൽ ചെയ്യുന്ന ആരാണെന്നൊക്കെ കമന്റ്സും കുറെ കമന്റ്സ് നമ്മുടെ വീഡിയോസിൽ വരുന്നുണ്ട്. ശ്രീ ആണ് ചെയ്യുന്നത്, എഡിറ്റിംഗ് ഇപ്പൊ ഞാനാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം എന്റെ അടുത്താണ്. ടു ശ്രീ, യു ഓൾവേസ് സെയിം ടു ബ്രിങ് സോ മച്ച് എനർജി ടു ദ വീഡിയോസ്. വാട്ട് ഈസ് യുവർ സീക്രട്ട് ടു സ്റ്റേയിങ് സോ പോസിറ്റീവ് ആൻഡ് ലൈവ്ലി ഓൾ ദ ടൈം? ഞാൻ സംഭവം എന്താ വെച്ചാല് ഞാൻ എപ്പോഴും ഇവള് ഡൗൺ ആവുന്ന സമയങ്ങളും ഉണ്ട്. പക്ഷെ ഓള് എന്താണ് കൂട്ടത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം, അതാക്കണം, ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ എന്താ എനർജിയിൽ ഞാൻ ഒരു കാരണവും ഇല്ലാതെ ചിലപ്പോ അവിടെ നിന്ന് ഇവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോ ഒരു കാരണവും അവിടെ എവിടെയെങ്കിലും ഇരിക്കണ്ട. ഞാൻ എപ്പോഴും ഭയങ്കര അപ്പായിട്ട് അങ്ങനെയും ഉള്ള ആളല്ല. അത് എന്താ അതിന്റെ ഒരു ഉത്തരം പറയാം. അത് ഓരോ സമയത്ത് ഓരോരുത്തരാ ശരിക്കും അല്ലെ. ഇവിടെ നമുക്ക് ചാനലിന്റെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോ ആ ഒരു എന്താ പറയാ മൊത്തത്തിലുള്ള ആ ഒരു എന്താ പറയാ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ചില സമയത്ത് എന്താ ഭയങ്കര അപ്പായിരിക്കും ഞാൻ. ചില സമയത്ത് ഇവര് രണ്ടുപേരും മാത്രം മതി. അത് കാരണം പിന്നെ ചെവിതല കേൾക്കൂല. ആ സമയത്ത് പ്രാന്തായിട്ട് ഞങ്ങൾ ഇവനും ഞാനും ഏകദേശം സെയിം സ്വഭാവമാണ്. അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ചില സമയത്ത് ഡൗൺ ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര അപ്പായിരിക്കും. അതിന്റെ കാരണം എന്താന്ന് എനിക്ക് അറിയാം. ഞാൻ എങ്ങനെയാണ്, എന്റെ ക്യാരക്ടർ എങ്ങനെയാണ്. നല്ല സീക്രട്ട് പറഞ്ഞു കൊടുക്കണം. സീക്രട്ട് എപ്പോഴും ഇങ്ങനെ പറ്റിയിട്ടാ ചോദിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില വീഡിയോസ് ഒക്കെ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതിന്റെ ഔട്ട് വരുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോസിൽ ഭയങ്കര എനർജി ആയിരിക്കും. എസ്പെഷ്യലി ക്രാഫ്റ്റ്സ് എക്സൈറ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഓള് വീഡിയോയിൽ ഇങ്ങനെ തുള്ളുന്നത് കാണാം. എക്സൈറ്റ്മെന്റ് കൂടിയാലാണ് ഓളിങ്ങനെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ എക്സൈറ്റഡ് ആവും അങ്ങോട്ട് പണി കൊടുക്കാനുള്ള ചാലഞ്ചുകൾ വരുമ്പോഴാണ്. എന്തെങ്കിലും എടുത്ത് കളർ വെള്ളത്തിൽ മുക്കുക, അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ്. പിന്നെ ഞാൻ കുറച്ച് കമന്റ്സ് കണ്ടിട്ടുണ്ട്. ശ്രീ ഭയങ്കര ഓവർ എക്സ്പ്രഷൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ വരുമ്പോ ഞാൻ ഇമോഷൻസ് കുറച്ച് കൂടുതൽ എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് കരയും. അതിങ്ങനെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ പെട്ടെന്ന് കരയും, ഞാൻ പെട്ടെന്ന് ചിരിക്കും. എനിക്ക് പെട്ടെന്ന് കരയുന്നത് ശരിക്കും എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് ആ പെട്ടെന്ന് ഞാൻ കരഞ്ഞു പോവാന്നുള്ള കാര്യം. അപ്പൊ അതേപോലെ തന്നെ ഞാൻ പെട്ടെന്ന് കരയും. നമുക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവല്ലോ ഒരാളെങ്ങനെ ഓരോന്നിനോട് റിയാക്ട് ചെയ്യാന്ന്. അതാണ്. അപ്പൊ ഇവള് പൊതുവെ അങ്ങനെയാണ്. ഒരു എന്തെങ്കിലും ഒരു ഭയങ്കര സന്തോഷമാകുമ്പോ അത്രയും മുഖത്ത് അത്ര സന്തോഷം തന്നെ വരും. അത് ശരി, ചിലപ്പോ നമുക്ക് ഓവർ എക്സ്പ്രഷൻ ആയിട്ട് തോന്നും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ഇഷ്ടപ്പെട്ടാല് അത് ഭയങ്കരമായിട്ട് തന്നെ അവളെ ഫേസിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഞങ്ങള് പുറത്തൊക്കെ പോകുമ്പോൾ സ്ത്രീ എക്സ്പ്രഷൻ അല്ല. ഇനിയിപ്പോ ഇവള് മറ്റേ വലിയ ജീവികളൊക്കെ അല്ലേ, അതൊന്നും കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ പേടി ഉണ്ടാവില്ല. ഇനിയിപ്പോ ഒരു പല്ലി, പാറ്റ, ഈ വക സാധനത്തെ കണ്ട ശ്രീ ഇവിടെ എവിടെ നിൽക്കൂല. അതെന്നെ ശ്രീക്ക് പാമ്പിനെ പോലും ഇത്രയും പേടി ഉണ്ടാവില്ല. പക്ഷെ ഒരു 8 കാലിനൊക്കെ കണ്ടു കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നമാണ്. മനസ്സിലല്ലോ, ഭയങ്കര കോംപ്ലക്സ് ക്യാരക്ടറാണ്. ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ. എല്ലാം ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് വരുന്ന ഒരു മുഖമാണ് എന്റേത്, ക്യാരക്ടറുമാണ് എന്റേത്. അടുത്തത് അഞ്ജിന്റെ അടുത്താണ്. കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ മാരേജ്. ഹൗ വാസ് യുവർ ലൈഫ് ചേഞ്ച്ഡ് ആഫ്റ്റർ ഗെറ്റിംഗ് മാരീഡ് ആൻഡ് വാട്ട് ഈസ് ദ മോസ്റ്റ് സർപ്രൈസിംഗ് തിങ് യു ഹാവ് ലേൺഡ് സോ ഫാർ? എന്താ പറയാ, കല്യാണം കഴിഞ്ഞിട്ട് എന്താ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവര്
ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇവരുണ്ടാവില്ല, ഇത് ഉറങ്ങുമ്പോഴും കൂടെ ഒരു ഫ്രണ്ട്, അങ്ങനത്തെ രീതിയിലാണ് എനിക്ക് തോന്നിയ കാര്യം. അത്ര സിമ്പിൾ അതാണ് എനിക്ക് തോന്നിയത്. കാര്യം അത്രയും ഇങ്ങനെ ഫ്രണ്ട്ലി, ഒരു കൂട്ടിന് ഏത് നേരം ഒരാളുണ്ട്. അതെ, കൂട്ടിനൊരു കമ്പനി ആയിട്ട് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്താ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലാണ്ടും എല്ലാത്തിനും ഇങ്ങനെ എന്താ ഇങ്ങനെ കമ്പനി അടിച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ പോവാ. അതാണ് എനിക്ക് അതിൽ ഇങ്ങനെ കല്യാണം കഴിച്ചതിൽ മാറ്റം തോന്നിയത്. പിന്നെ കുറച്ച് കുറച്ചും കൂടെ എക്സ്പാൻഡ് ആയി, ഫാമിലി കുറച്ചും കൂടെ എക്സ്പാൻഡ് ആയി, കുറച്ചും കൂടെ ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റിട്ട് നമ്മളെ കാര്യങ്ങൾ അറിയാനും പറയാനൊക്കെ ആയിട്ട് കുറെ ആൾക്കാരായി. പിന്നെ കുറച്ചും കൂടെ ലൈഫ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു എന്താ പറയുക കുറച്ചും കൂടെ ഈസി ആയത്. പിന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതുവരെ പോയത് റുട്ടീനോ കാര്യങ്ങളോ ഒന്നുമല്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെതായിട്ടുള്ള മാറ്റം എല്ലാവരും പറയുന്ന പോലെ തന്നെ കല്യാണം കഴിഞ്ഞാൽ വേറെ ഒരു ലൈഫാന്ന് പറയുന്ന പോലെ തന്നെ മാറ്റങ്ങളുണ്ട്. പക്ഷെ ഞാനത് നല്ല മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങളാണ്. അതിങ്ങനെ എന്താ പറയാ അതിന്റെ ആ ഒരു ഒഴുക്കിൽ ഇങ്ങനെ എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെനിക്ക് പറയാനുള്ളൂ. അപ്പൊ അടുത്തത് ഷാമിന്റെ അടുത്താണ് ക്വസ്റ്റ്യൻ. When we can expect the big news about your wedding date? Please share some funny or cute stories about your journey with Chunuka so far. ഞങ്ങളുടെ വെഡിങ് ഡേറ്റിനെ പറ്റി ഉടനടി പറയില്ല ഗൈസ്, കുറച്ച് സമയം എടുക്കും. എന്തായാലും ഈ വർഷം എന്തായാലും ഞങ്ങളുടെ മാരേജ് ഈ വർഷം ഒരു പകുതിയോടെ മേ ബി ഡേറ്റ് കാര്യങ്ങളൊന്നും ആയില്ല. എന്തായാലും വഴി അറിയിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ കല്യാണം പോലെ ഇങ്ങനെ ഇത്രയും ഷോർട്ട് പീരീഡ് വെക്കരുത്. കുറച്ച് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണത്തിന്റെ ക്ഷീണം തന്നെ ഇതുവരെ മാറി. അപ്പൊ ഞങ്ങളെ കല്യാണം എന്തായാലും ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഗൈസ്. ഈ കൊല്ലം എന്തായാലും ഉണ്ടാവും. ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇതുവരെ തീരുമാനമായിട്ടില്ല. പിന്നെ എന്തായിരുന്നു ചോദിച്ചത്? ജുൽഖാന്റെ കൂടെയുള്ള എത്ര ക്യൂട്ട് മൊമെന്റ്സ്. ക്യൂട്ട് മൊമെന്റ്സ് എന്താ ജുൽഖാൻ? ക്യൂട്ട് മൊമെന്റ്സ് എന്താ പറ. ക്യൂട്ട് മൊമെന്റ്സ് എന്ന് പറഞ്ഞാല് അതിൽ വലിയൊരു കാര്യം വെച്ചാൽ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ് എനിക്ക് വലിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു ക്യൂട്ട് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മൊമെന്റ് ആയിട്ടല്ല, സംഭവം എന്ന് പറയുന്നത് ഷാമിലാണ്. അതെ സത്യം. ഷാമി എപ്പോഴും ക്യൂട്ടാന്ന് അല്ലെങ്കിൽ പറയൂ. അല്ല എന്താ പറയോ, ഞങ്ങൾ അധികം ഒരുമിച്ച് ഇങ്ങനെ കാണലൊക്കെ ഉണ്ട്. അതായത് പ്രേമിച്ച് തുടങ്ങിയ സമയത്ത് കാണലില്ല, വല്ലപ്പോഴും കാണുന്ന ആൾക്കാരേനു. അതിന്റെ സങ്കടം കുറച്ച് കാലം കൊണ്ട് ഒരു മാറ്റി. ഇപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും അധികം ഒരുമിച്ച് ഉണ്ടാവുന്നതാണ്, കാണുന്നതാണ്, സംസാരിക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ക്യൂട്ട് മൊമെന്റ് ആയിട്ട് പറയാനില്ല. പിന്നെ ന്യൂ ഇയറിന്റെ ക്യൂട്ട് മൊമെന്റ് പറയണു. ഈ അടുത്ത് എന്താ സംഭവം എന്ന് വെച്ചാല് ന്യൂ ഇയറിന് ഞങ്ങള് പുറത്തൊന്ന് പോയിരുന്നു ഗൈസ് 12 മണിക്ക്. അപ്പം ഇവൻ ഒരു കുഞ്ഞ് സർപ്രൈസിങ് സെറ്റ് ആയി 11:59 ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുന്നുണ്ട് കാറിന്. അപ്പൊ ജുൻകാരൻ നമുക്ക് 12 മണിക്ക് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാ പോരേന്ന് ചോദിച്ചു. അപ്പോഴേ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി. അപ്പൊ ഇങ്ങനെ ജുൻക വേഗം ഡിക്കില് പോയിട്ട് ഒരു സാധനം എടുത്ത് കൊണ്ടുവന്ന് എനിക്കിങ്ങനെ ഫ്ലവർ ആയിരുന്നു കേട്ടോ. ആ ബൊക്കെ അങ്ങനെ തന്നിട്ട് എന്നോട് പറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് കറക്റ്റ് 12 മണിക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് ആ ഫ്ലവറിന്റെ കയ്യിൽ തരലും അപ്പുറത്ത് സത്യം ഞാൻ തല്ലല്ലേ വീഡിയോ സൈഡ് കൊടുക്കാം. ആ സമയത്ത് തന്നെ ഇങ്ങനെ അപ്പുറത്തുനിന്ന് മറ്റേ ഫയർ വർക്ക്സ് ഇല്ലേ, ആ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ ബുക്ക് ചെയ്ത് തരല്ലോ. അപ്പുറത്ത് ഇങ്ങനെ ഫയർ വർക്ക്സ് അങ്ങനല്ല, ഞങ്ങൾ ആ സ്ഥലത്ത് നിർത്തിയപ്പോ അവിടെ ഫയർ വർക്ക്സ് ഉണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു മൊമെന്റ് അവിടെ കിട്ടുന്നത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് ഞാൻ സെറ്റ് ചെയ്താണ്. അപ്പൊ അതൊരു ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു എന്നും ആലോചിക്കാൻ പറ്റിയ ഒരു ക്യൂട്ട് മൊമെന്റ് ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത എല്ലാവരുടെ അടുത്തുള്ളതാണ്. ഇഫ് യു കുഡ് സ്വിച്ച് ലൈഫ്സ് വിത്ത് ഈച്ച് അതർ ഫോർ വൺ ഡേ, who would you choose and why? What would be the first thing you would do? കൊള്ളാം, നല്ല ചോദ്യം. എനിക്ക് സല്ലുമായിട്ട് ഞങ്ങളെ മേയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, 6 പേരായതിനു ശേഷം ഈ 6 എണ്ണത്തിനും കൂടെ തമ്മിൽ മാനേജ് ചെയ്യാനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഇവരെന്താ സല്ല് പൊതുവെ എന്താ പറയാന്നറിയോ, പണ്ട് ഞങ്ങൾ 4 പേര് മാത്രമുള്ള സമയത്ത് അറിയും, ബാക്കി എനിക്ക് ആരെങ്കിലും കൂടെ കമ്പനിക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓരോട് പറഞ്ഞ് പകുതി പണി വരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഇപ്പൊ ഇവര് 2 ആളും മേയ്ക്കേണ്ട അവസ്ഥ, ബാക്കി ഞങ്ങൾ 3 ആള്. അപ്പൊ മൊത്തത്തിൽ 5 ആളെ ഒറ്റയ്ക്ക് മേയ്ക്കേണ്ട അവസ്ഥയാണ്. പണ്ട് ഞാൻ പറയായിരുന്നു ആരെങ്കിലും എന്തായാലും ഷാജുവിന് വരും,
ഒരാളും കൂടി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റി, അതിപ്പോ ഒരു യാത്ര പോവാണെങ്കിൽ എന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഞാൻ വരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാക്കിൽ ഇങ്ങനെ ഒരു ബാഗും പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ നടക്കുന്ന അറിയില്ല. ഇല്ല, ഇപ്പൊ എല്ലാരും കൊണ്ട് ഞാൻ പോകും. അതെ, എല്ലാരും അവരുടെ തലയിലേക്ക് ഇപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പൊ എവിടെയും പോവാണെങ്കിൽ ട്രിപ്പിന് പോവാണെങ്കിൽ ഒരു സ്ഥലം, അവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം, പിന്നെ നമുക്ക് എത്ര മണിക്ക് പോകണം, അതിന് എന്താണ് കറക്റ്റ് സമയത്തിന് അവിടെ എല്ലാം ഇങ്ങനെ നോക്കി എല്ലാം പക്കയാണോ നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ അതിനെ കൊണ്ട് പറയുന്നതാണ് എവിടെയും പോകുമ്പോ ഒരാള് ബുക്ക് ചെയ്തോ, ഒരാൾ വേറെ കാര്യം നോക്കും, ഒരാൾ മറ്റേ നോക്കുന്നൊക്കെ പറയും. ഇത് ക്വസ്റ്റ്യനുള്ള ആൻസർ ആയില്ല. നമുക്ക് ആരെങ്കിലും ഒരാളെ ലൈഫ് സ്വിച്ച് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയാൽ ആരുമായിട്ട് സ്വിച്ച് ചെയ്യും? ഞാൻ ആരെയും സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കില്ല. കാരണം വെച്ചാൽ കഷ്ടപ്പാടില്ല. ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടാണ്. ശ്രീനായിട്ട് സ്വിച്ച് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാല് ഓള് എവിടേക്കാണ് പണി ഇങ്ങനെ, അതായത് ഇവള് 11 മണിക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കാ വരാം. ആ 1 മണിക്ക് വരുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയണം. അപ്പൊ ഓളായിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം ഓള് എവിടേക്കാണ്. പെട്ടെന്ന് ഓളെ കയ്യിൽ നിന്ന് പോകും. അതായത് എനിക്ക് 11 മണിക്ക് പോകാണ്ട് എന്ന് പറയുമ്പോ ഓള് പറയും, എന്നെ വിളിച്ചിട്ട് പറയും ഞാൻ 11 മണിക്ക് വരാം, ഈ റെഡി ആയി നിന്ന് തോന്നുന്നു. 10:30 ആകുമ്പോഴാണ് ഇത് വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയാം 10:30 ആകുമ്പോഴത്തേക്ക് എന്റെ പണി എന്തൊക്കെ തീർക്കാൻ പറ്റുന്നുള്ളത്. ഇവള് വിചാരിക്കും ഇവക്ക് എല്ലാ പണിയും തീർക്കാൻ പറ്റും. എന്നിട്ട് ആ 10:30 എന്നെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ നോക്കി ഇങ്ങനെ നിൽക്കും. 10:40 എനിക്ക് ഓർമ്മ വരും 11 മണിക്ക് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഓടി ഫുൾ എന്തെങ്കിലും പണിയൊക്കെ തീർത്ത് അതിന്റെ ഇടയിൽ കൂടെ 100 കാര്യങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഇടയിൽ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് 2 മണിക്കൂറൊക്കെ എന്നെ പോസ്റ്റ് ആക്കിയിട്ടുള്ള അവസ്ഥ ഉണ്ട്. അതെങ്ങനെയാണ് ഇവള് ഇങ്ങനെയൊക്കെയാണ് ഇവള് ലാഗ് ആവുന്നതെന്നുള്ള മനസ്സിലാവണം. എനിക്ക് 5 സ്വിച്ച് ചെയ്യണം. എന്നിട്ട് ഒരു ചെറിയ കാര്യത്തിന് എങ്ങനെയാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിയാം. ഞാൻ എന്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ച് ചെറിയ കാര്യങ്ങൾ ഇവിടെ ഏതെങ്കിലും ചെറിയ കാര്യം മതി ഗൈസ്, അതിന് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴികൾ തെരഞ്ഞെടുത്തു. ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഞാൻ ഒരു ചെറിയ കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇത്ര പോലെ കാര്യമായിരിക്കും, പക്ഷെ അതിന്റെ അറ്റം വരെ ചിന്തിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞു മനസ്സിലാവോ? അതുമില്ല. അതെന്തെങ്കിലും ഒരു മനുഷ്യൻ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോ അതിന് നല്ല വശം അവിടെ വെച്ചിട്ട് എന്താണോ അത് മോശം വശം അതിനെ പറ്റി മാത്രം രണ്ടിനെ പറ്റി അത് ശരിയാണ്. പക്ഷെ ഞാനിങ്ങനെ എനിക്കിപ്പോ എന്നെ സന്തോഷിക്കാനുള്ള ഒരു എലമെന്റ് കിട്ടിയെന്ന് വെച്ചോ, അപ്പൊ എനിക്ക് സന്തോഷിക്കുമ്പോ എനിക്ക് ടെൻഷൻ ആവും. ഇത് ഇത്ര സന്തോഷിക്കണോ, അതിന് ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. ഉമ്മ എന്തെങ്കിലും സന്തോഷം ഉണ്ടായാലും ഞങ്ങൾ കുറെ ചിരിക്കും പറയും, മക്കളെ ചിരി നിർത്തിയോ. അല്ല, ഇന്നലെ ഉമ്മന്റെ അടുത്ത് ഇന്ന് രാവിലെ വന്നിട്ടുള്ളേ. ഇന്നലെ എന്റെ അടുത്ത് എന്താ പറഞ്ഞറിയോ, 5 നാളെ തന്നെയാണ് എല്ലാരും കൂടെ കുത്തി മറയരുത് ചിരിച്ച് കളിച്ചിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാതെ തന്നെ ഉണ്ട്. എല്ലാരും ചിരിച്ച് മറിഞ്ഞ് അത് ഇതാക്കി കളിക്കരുത് കേട്ടോ. അതായത് ഞാൻ വരുമ്പോ അങ്ങനെയാണ്. ഞാനും ഷാമിയും കൂടി കഴിഞ്ഞാൽ തന്നെ പകുതി കഴിഞ്ഞു. ഇതൊന്നും പറയാനില്ല. ഇവര് കവികളാണ്. അപ്പൊ ഇരുന്ന് കവിത അത് ഓരോ പാട്ടൊക്കെ കേട്ട് ആ പാട്ടിൽ ചൂടെ തരുന്ന ഞാൻ പറയും മറ്റേ ഇല്യൂമിനാറ്റില്ലേ ആ പാട്ടല്ലേ അല്ല, എഴുതിയ ആള് കണ്ടാ പടഞ്ഞു മരിക്കും. ഇങ്ങനെ മുഖം അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് പാടിയാലും അത് റീലിലൊക്കെ ഇറങ്ങിയിട്ടാണല്ലേ. പക്ഷെ ഞാൻ ഇവളാണ് പാടിയത്. ഇപ്പൊ ആര് കേട്ടാലും എങ്ങനെ വിചാരിക്കാം നമ്മൾ കോപ്പി അടിച്ചു. അതായത് പണ്ടില്ലേ ഒരു പാട്ട് എഴുതുന്നുണ്ട്, ഒരു മാപ്പിള പാട്ട്. അപ്പൊ അത് ഞങ്ങൾ പാടി നടക്കലുണ്ട്. അതിനേശം റീലില് കണ്ടല്ലേ ഞങ്ങളെ വെറുപ്പിക്കാനുള്ള ഒരൊറ്റ ആയുധാണത്. എനിക്ക് ഭയങ്കര ദേശീയ അത് പാടുമ്പോ. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തില്ല, ട്രൈ ചെയ്ത് പോകും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഥകളുണ്ട് പെട്ടെന്ന് കൊടുത്താണ്. അത് ഓള് പാടുകയാണ് പോട്ടെ, ഇതും ബാക്കിൽ ഇവള് കൂടെ കൂടെ പാടും. സപ്പോർട്ട് വേണ്ട, എല്ലാരും അവളെ കുറ്റപ്പെടുത്തപ്പോ ഞാൻ കൂടെ ഇങ്ങനെ ഇരുന്നു എന്നിട്ട് പഠിക്കോ. അമ്മയ്ക്കായി തേങ്ങുന്നൊരു പൈതല മടിയിൽ പാലൂട്ടും സ്നേഹം നിനക്കാണ് ഇല്ലുമിനാറ്റി
ഇവര് ശരിക്കും അത് പാടിയിട്ടില്ല. ഈ രീതിയിലല്ല ഇവര് ഇതിലും വളരെ ശരിക്കും അതാണ് കാര്യമായിട്ട് സ്വിച്ച് ചെയ്യണം. അതിനായിട്ട് സ്വിച്ച് ചെയ്യണമെന്നുണ്ട് എന്നിട്ട് എന്റെ അടുത്ത് നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട്. ഓർഗനൈസ്ഡ് ലൈഫ് അല്ല അങ്ങനല്ല, ലൈഫിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട്. പറഞ്ഞെന്നിട്ട് മനസ്സിലാവില്ല. ഞാനാണ് ഇനി പറയാൻ ബാക്കിയുള്ളത് അല്ലേ? അല്ല ഞാൻ പറഞ്ഞിട്ടില്ല. ആ അയ്യോ പറ. എനിക്ക് അമലേട്ടൻ പറഞ്ഞോ? ഞാൻ കഷ്ടപ്പാടാണ്. എനിക്ക് ഇവനായിട്ട് സ്വിച്ച് ചെയ്താൽ കൊള്ളാന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ഇവന്റെ ഒരു ദിവസം എങ്ങനെ പോണെന്നുള്ളത് എനിക്ക് അറിയാം. എത്രത്തോളം ആൾക്കാരായിട്ട് ഇവൻ സംസാരിക്കുന്നുണ്ട്. എന്താ പറയാ, ഇവന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഇവന്റെ ചിന്താഗതികൾ എന്തൊക്കെയാണ്, അതായത് അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാം. എനിക്കോ? പിന്നെ ശ്രീനായിട്ട് കുറച്ച് സ്വിച്ച് ചെയ്യണമെന്നുണ്ട്. ശ്രീന്റെ റൂമിൽ ഫുൾ ടൈം ഇരിക്കും. ഇങ്ങനെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ശ്രീന്റെ കയ്യിൽ എന്തൊക്കെ ക്യൂട്ട് അതൊക്കെ എനിക്ക് ലൈഫ് സ്വിച്ച് ചെയ്യാനെന്ന് പറഞ്ഞാല് ഒന്ന് അഞ്ചിനായിട്ട്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ആ ഒരു മെയിൻ പ്രശ്നമാണ്, ഞാൻ ഈ ടൈമിൽ എത്തൂല. ഞാൻ വലിയ പ്ലാനിങ് ഒക്കെ ഇടും, ഇത്രത് അങ്ങനെ ഇത് ഇവിടെ അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ ഞാൻ നേരത്തിന് എത്തൂല. അത് എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യണം. അല്ല, ഇവള് ഭീകര ഓർഗനൈസ്ഡ് ആണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതേപോലെ തോന്നിയത് ഇതിന് കിട്ടുകയും ചെയ്യും. ഇവൻ അതേപോലെ തന്നെ. അപ്പം ഇവള് ഭീകര ഓർഗനൈസ്ഡ് ആണ്, അതേപോലെ തന്നെ ഇവനും ഭീകര ഓർഗനൈസ്ഡ് ആണ്. പക്ഷെ ഇവൾ ഇങ്ങനെ അങ്ങനെ എന്താ പറയാ ഫാസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ബാലൻസ് ചെയ്യുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ Q&Aക്ക് ഒരു പോസ്റ്റ് ഇട്ടപ്പം അതിൽ ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിലും ഏറ്റവും കൂടുതൽ വരുന്നതാണ് ശ്രീ ആരെയായിട്ടാണ് കമ്മിറ്റഡ് ആയിട്ടുള്ളത്, ശ്രീന്റെ ലവ് സ്റ്റോറി പറയുമോ എന്നൊക്കെ ഉള്ളത്. അത് ഏത് വീഡിയോ ഇട്ടോ അതിനൊക്കെ അടിയിൽ കമന്റ് ഉണ്ടാവും. അത് ഞങ്ങൾ കാണുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് അഞ്ജീന്റെ കല്യാണം കഴിഞ്ഞു, അമലാണെന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ ഷാമിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ്, ജുനു ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ സംസാരിക്കാൻ എനിക്ക് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അപ്പൊ ഒരു കമന്റിൽ ജസ്റ്റ് ഒരു കമന്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരാൻ പറ്റുന്ന ഒരു വിഷയമല്ല, അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണല്ലോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാണ്, കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഞാൻ കമ്മിറ്റഡ് ആണ്. എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല, കമ്മിറ്റഡ് ആണ്. അപ്പൊ ആളാരാണെന്നോ ലവ് സ്റ്റോറി പറയാനോ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഞാനിപ്പോൾ ഉള്ളത്. കാരണം എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറയുമ്പം ആദ്യം വീട്ടിൽ പറയണം. ഈ കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിന് ശേഷമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. എനിക്കറിയാം ഒരുപാട് പേര് ഭയങ്കര ആകാംക്ഷയിൽ ഇരിക്കുന്ന കാര്യമായിരിക്കും. അത് ശരിയാണ്. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ആളെ റിവീൽ ചെയ്യാനും ലവ് സ്റ്റോറി പറയാനും ഒക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളെക്കാട്ടി ആഗ്രഹമുണ്ട്. നിങ്ങളെ കമൻസ് ഒക്കെ കാണുമ്പോൾ സത്യമായിട്ടും വിഷമമുണ്ട്. കാരണം അത് എന്താ പറയുക, അത് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലല്ലോ എന്നുള്ളൊരു വിഷമം ശരിക്കും എനിക്കുണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനത്തെ സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് കുറച്ചും കൂടി സമയം വേണം. ഒന്ന് വീട്ടിലൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്ത്, അധികം സമയമൊന്നും വേണ്ട, കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ എല്ലാം ശരിയായി വരും. അപ്പം അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ഉള്ളിൽ നമുക്ക് എല്ലാം പറയാം. ഒന്ന് എല്ലാം ശരിയാക്കി എടുക്കാനുള്ളൊരു സമയമേ ഉള്ളൂ. എനിക്കറിയാം എല്ലാവരും ഭയങ്കര എന്താ പറയുക, ആരാണ് എന്നുള്ള ആ ഒരു ആകാംക്ഷകളെ കമൻസ് ഒക്കെ കുറേ ഇങ്ങനെ കാണുമ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ തന്നെ അത് ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് അറിയിച്ചു തരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങളെന്ന് വിചാരിക്കുകയാണ്. അതുവരെ ഞങ്ങളൊന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ എല്ലാം റിവീൽ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ശ്രീന്റെ സ്റ്റോറിക്കൊക്കെ വേണ്ടി നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, സല്ലു കമ്മിറ്റഡ് ആണോ എന്നാണ് ഗൈസ്. സല്ലു ഉത്തരം പറയും. ഞാൻ കമ്മിറ്റഡ് ഞാൻ കഴിഞ്ഞ Q&A ഞാൻ പിന്നെ പറയാൻ പറഞ്ഞിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഫാൻസിന് കൊടുക്കാനുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അഡ്വൈസ് എന്താണ്? ഞാൻ പറയാം. നമ്മളില്ലേ ഫ്രണ്ട്ഷിപ്പ് എന്ന് വിചാരിക്കുമ്പോ എപ്പോഴും നമ്മള് ഫുള്ള് ഹാപ്പിനെസ്, ഫുള്ള് ജോളി അടിച്ച് നടക്കുക, അതാണെന്ന് വിചാരിക്കും. ശരിക്കും അതല്ല. അങ്ങനെ ഭയങ്കര ഞാൻ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവിടെ അക്സെപ്റ്റ്
അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ആ ഫ്രണ്ട്സിന്റെ ഇടയിൽ നോർമൽ ആയിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. അതിന്റെ പുറത്ത് ചിലപ്പോ കുറച്ചു നേരം ഉണ്ടാതിരിക്കുമായിരിക്കും, പിന്നെ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാതിരിക്കരുത്, നമുക്കുള്ള ഡിസഗ്രിമെന്റ്സ് നമ്മൾ കൺവേ ചെയ്യാതിരിക്കരുത്, നമുക്കുള്ള ഹാപ്പിനെസ് നമ്മൾ കൺവേ ചെയ്യാതിരിക്കരുത്. ഏറ്റവും കൂടുതൽ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് നമ്മുടെ പാർട്ട് കാണിക്കാൻ പറ്റുന്ന ഇടമാണ് ഫ്രണ്ട്ഷിപ്പ്. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, നല്ലതുണ്ടാവും, നല്ല മൊമെന്റ്സ് എല്ലാം ഉണ്ടാവും. ബട്ട് നമ്മളെ എന്താ പറയാ, ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയവരും അവരായിരിക്കും. നമ്മളെ നമ്മുടെ വേഴ്സ്റ്റ് കാര്യങ്ങളോടും കൂടി അക്സെപ്റ്റ് ചെയ്ത ആളുകളും നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും. പിന്നെ ഈ എല്ലാം ചോദിക്കുന്ന സമയത്ത് എല്ലാത്തിനും യെസ് പറയുന്ന ആൾക്കാർ ആണ് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വിചാരിക്കരുത്. നമുക്ക് രണ്ടും വേർതിരിച്ച് പറഞ്ഞു തരുന്നവരായിരിക്കണം നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. അല്ലാതെ എല്ലാത്തിനും ഏതാണെന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതൊന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണോ ഫ്രണ്ട്സ്? അതായത് തെറ്റിന് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നവരാവരുത് നമ്മുടെ ഫ്രണ്ട്സ്. എനിക്ക് പറയാനുള്ളത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും രണ്ടും ഏകദേശം ഒരുപോലെയാണ്. കാരണം അത് സ്നേഹമാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇതിന്റെ രണ്ടിനും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കുക. അതായത് തെറ്റെന്ത് ശരി എല്ലാ രീതിയിലും അവരെല്ലാവരും ഉൾക്കൊള്ളാം. അവരെങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിപ്പോൾ നോർമൽ റിലേഷൻഷിപ്പ് ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും. ഒരുപാട് അഡ്വൈസ് ഞങ്ങൾക്ക് തരാനുണ്ട്. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് വലിയൊരു സ്ഥാനമുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് ഫ്രണ്ട്സ്, ഒരു ഫ്രണ്ട്സ് സർക്കിൾ ആണെങ്കിലും 2-3 ആൾക്കാരാണെങ്കിലും ഒരാളായാലും മതി. അതിന്റെ ഇടയിൽ നമ്മൾ ആൾക്കാരെ പറ്റി കുറ്റം പറഞ്ഞിരിക്കാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് എങ്ങനെ പോകണം ചിന്തിച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവും. അതെ, മറ്റുള്ളവരുടെ ഇപ്പം 5 ഗ്രോ ആവുകയാണെങ്കിൽ അത് എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവണം, അപ്പോഴേ അത് ട്രൂ ആവുള്ളൂ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് മെയിനായിട്ട് എഫേർട്ട്, പരസ്പരം എഫേർട്ട് എടുക്കുക. ഇപ്പൊ ഒരാൾ എഫേർട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ തീരും. ഇപ്പൊ എല്ലാവരും ഒരേ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ എഫേർട്ട് എല്ലാവരും ഒരേ രീതിയിലായിരിക്കും. അപ്പൊ എന്തെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ഇപ്പൊ ഉദാഹരണം നിങ്ങൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ഫ്രണ്ട്ഷിപ്പ് എക്സാമ്പിൾ ആണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അതിലൊരു ഭാഗമാവാൻ പറ്റിയില്ല. ഇത് ഞങ്ങൾക്ക് തന്നെ വരുന്ന ബെസ്റ്റ് അഡ്വൈസ് ആണ് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഇരുന്നിട്ട് ആരും പറയില്ല, ഇപ്പൊ സിറ്റുവേഷനിലാണ് ഇവര് പറയുന്നത്. അതെ, അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരവൊന്നും കിട്ടില്ല. അടുത്തത് ഒരു 7-8 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. യൂട്യൂബ് കാരണം നിങ്ങൾക്ക് കിട്ടിയ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് ഫസ്റ്റ് ഞാൻ പറയാം. യൂട്യൂബ് കാരണം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഈ ഫ്രണ്ട്സിന്റെ കൂടെ നിന്നിട്ട് ഒരു ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റി പോണമെന്നില്ല. എല്ലാവരുടെയും ആഗ്രഹമാണ്. അതെ, എവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും കോളേജിൽ പഠിക്കുന്നതാണെങ്കിലും ഫ്രണ്ട്സിന് നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള എപ്പോഴും ഉള്ള ഒരു തോട്ട്. പറയും നമുക്ക് അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം, പക്ഷെ ഇത് വർക്ക്ഔട്ട് ആവാറില്ല. ആ തോട്ടിന് പുറത്താണ് ചിലവരൊക്കെ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. സക്സസ് ആയവരുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നും. കാരണം ഞങ്ങള് എല്ലാവരും ഒരുമിച്ച് വളർന്ന ആളുകളാണ്. ഇപ്പൊ ഞങ്ങൾ ചാനൽ തുടങ്ങുന്ന സിറ്റുവേഷൻ ഒക്കെ വളരെ മോശം സിറ്റുവേഷൻ എന്നാണ് ഞങ്ങൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് നിന്നിട്ട് തന്നെ ഇങ്ങനെ ഗ്രോ ചെയ്ത് ലൈഫിന്റെ ഓരോരോ സ്റ്റേജസിലേക്ക് ഇങ്ങനെ കടക്കാൻ പറ്റി. ഇനി മുന്നോട്ട് ഒരുപാട് ഒരുമിച്ച് പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ യൂട്യൂബ് കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ഈ യൂട്യൂബ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നതും എപ്പോഴും കൂടെ ഉണ്ടാവാൻ പറ്റുന്നതും ഒക്കെ കാരണമാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള വലിയൊരു കാരണമാണ് യൂട്യൂബ്. ഞങ്ങളെ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്ത് തുടങ്ങാന്ന് വിചാരിച്ചു. അതിലെന്നെ നിന്നിട്ടാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ ഗ്രോ ചെയ്ത് പോകുന്നത്. അതെ, പിന്നെ പറഞ്ഞ വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നിയ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് കൊണ്ട് നമ്മള് ഫ്രണ്ട്സ്, ഇയാൾ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെന്ന് നമ്മൾ ഒരാളെടുത്ത് പറഞ്ഞു കൊടുക്കുന്നതിലുപരി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ, അവർക്കൊക്കെ നമുക്ക് നമ്മുടെ റിലേഷൻ മനസ്സിലായി. പിന്നെ ഒരാളെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിങ്ങനെ കണക്റ്റഡ് ആണ് ഓരോന്നോരോന്നായിട്ട്. ഇപ്പൊ എനിക്ക് വിരുന്നിന് വിളിക്കുമ്പോ തന്നെ എല്ലാരും കൂടെ ഒന്നിച്ച് വിളിച്ചു കൊണ്ടുപോകുന്ന തന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ്. ഫംഗ്ഷൻ ആണെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ മാത്രമല്ല വിളിക്കുക, അതെ ഇവരെയും കൂടെ ഓരോട് പറയണമെന്ന് പറയും. ഓരോട്
എന്താ ഇവരുടെ സുഖവിവരം ഞങ്ങളടുത്ത് അന്വേഷിക്കും. ഓരോരുത്തരും ഇങ്ങനെ ഒരാളാണെങ്കിൽ ബാക്കിയുള്ളവർ ആ ഫാമിലിയിൽ ഉള്ളതാണ്. ആ ഒരു രീതിയിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നില്ല, ഇപ്പൊ വീട്ടിന്റെ ഉള്ളില് എല്ലാവരും നമ്മൾ ഒരേപോലെ അങ്ങനെ വെവ്വേറെ തോന്നില്ല. അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇത് റിയൽ ലൈഫ് ആ വ്യത്യാസം ദൈവം സഹായിച്ച് ആ സാധനങ്ങൾ ഇല്ല. അത് നിങ്ങൾ എന്താണോ കാണുന്നത് അതില് അതില് കൂടുതലുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാല് എല്ലാ മൊമെന്റ്സും ഫുൾ ഇങ്ങനെ ക്യാപ്ചർ. ഒന്നാമത് നമ്മൾ അങ്ങനെ ഫുള്ളി ഈ ഫോൺ ഇങ്ങനെ പിടിച്ച് നടക്കാന്നുള്ള സ്വഭാവമല്ല. അപ്പം ഫുള്ളി ക്യാപ്ചർ ചെയ്ത് ഇടാനും ഞങ്ങൾക്ക് പേടിയാണ്. കണ്ണ് തട്ടരുത്, ഞങ്ങൾക്ക് ഒരിക്കലും വെവ്വേറെ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് ഈ യൂട്യൂബ് കൊണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോസിൽ കാണുന്നതും നമ്മളെ കാണുമ്പോ ഉള്ള ഹാപ്പിനെസ് മാത്രമല്ലാതെ വിഷമങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും അതെല്ലാരും നമ്മളോട് ഷെയർ ചെയ്ത് ഞങ്ങൾക്കും ഉണ്ടത്. പക്ഷെ നമ്മള് വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മുടെ സന്തോഷങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അതാണ് റിയലും തമ്മിലുള്ള വ്യത്യാസമായിട്ടുള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നും കാര്യമായിട്ട്. ആ ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു നമുക്ക്, റിയൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനും കൂടെ ആൻസർ കൊടുക്കാം. സംഭവം പറഞ്ഞത് ഈ കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഹാപ്പി മൊമെന്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതല്ലാതെ നമ്മൾ ഓരോരുത്തരുടെ ലൈഫും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇതില് അമൽ എന്ന് പറയുന്നതും അഞ്ജി എന്ന് പറയുന്നതും ഷാമി, സല്ലു, ഇവരെല്ലാവരും ഡിഫറെന്റ് എന്താ പറയാ സിറ്റുവേഷനിൽ വരുന്ന ആൾക്കാരാണ്. നമ്മുടേതായിട്ടുള്ള പ്രോബ്ലംസ് നമുക്കുണ്ട്. എല്ലാവരും ഒരുമിച്ച് അതെങ്ങനെയെങ്കിലും നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകും. ആ ഒരു സൈഡ് നമ്മള് റിയൽ ലൈഫായിട്ട് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കൊരു ബെനിഫിറ്റ് ഒന്നും തോന്നിയിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ് അഞ്ചി കണ്ണൂരിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഷൂട്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ഇവർക്ക് വീണ്ടും കാണാനും ഒരുമിച്ച് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു ഭയങ്കര ബെനിഫിറ്റ് തന്നെയാണ്. കാരണം ഈ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവക്ക് എപ്പോഴൊക്കെ കാണണം ആയിരിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ സംശയമുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് യൂട്യൂബ് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തിക്കായിട്ട് തന്നെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അവിടെ ഓരോ സ്ഥലത്താവുന്നതിന്റെ ബുദ്ധിമുട്ടും ഇല്ല. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് ബേസിക് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ്. ഇപ്പൊ കണ്ണൂരും കോഴിക്കോടും ഞങ്ങൾക്ക് ദൂരമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ബിഫോർ യൂട്യൂബ് ആൻഡ് ആഫ്റ്റർ യൂട്യൂബ് നിങ്ങളുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ ഓരോ സ്ഥലത്ത് ഇവളുടെ സ്കൂൾ സ്റ്റഡീസ് ആയിട്ട് പോണു. ഞങ്ങൾ സ്റ്റഡീസ് കഴിഞ്ഞിരിക്കണു. ഞാന് ശ്രീ അഞ്ചി സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുന്നു. അതായത് ഞങ്ങളെ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്നു. അതെ, +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് പറയും ഡിഗ്രിക്ക് പോവാന്ന്. ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അന്താളിപ്പ് ഉണ്ടാവുമല്ലോ, എന്ത് ചെയ്യും. പിന്നെ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടേണ്ട ഒരു പ്രായമായി തുടങ്ങുകയും ചെയ്യും. എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് എന്താ പറയാ ചെയ്യേണ്ട സമയമാണ്. അതെ, പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ചും കൂടെ ആൺകുട്ടികൾക്ക് കുറച്ചും കൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം വന്നിട്ട് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു രീതിയിലേക്ക് അങ്ങനെ മാറും. അപ്പോ ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളപ്പം ഈ എന്താ പറയാ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അതിന്റെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുമ്പോഴാണ് എന്താ ഇനിയിപ്പൊ മുന്നോട്ട് എന്നുള്ള ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളപ്പം ഉണ്ടായിരുന്നത്. യൂട്യൂബ് വന്നു. യൂട്യൂബിന് ശേഷം ഞങ്ങളുടെ ലൈഫ് എൻറ്റയർലി മാറി. ഒരുമിച്ച് നിൽക്കാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ച് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ ഉണ്ട് ഗൈസ്. എന്താണ് ഫ്യൂച്ചർ, എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു പിക്ചർ ഉണ്ട്. അത് യൂട്യൂബ് വന്നതിന് ശേഷം ഉള്ളതാണ്. അതെ, പിന്നെ നമുക്ക് ആ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക് അങ്ങനെ ഒന്നിച്ച് നിന്ന് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഒരു ഗ്രാജുവലി ആണ് ആ ഒരു ഐഡിയയിലേക്ക് എത്തുക. ആ ഒരു പ്രായത്തിൽ എത്തിയിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു വിഷൻ ഉണ്ട് മുന്നോട്ട് എങ്ങനെ വേണം എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ട്. അത് ഈ യൂട്യൂബ് കാരണം വന്നതാണ്. ഇത് നമുക്കൊരു പ്രൊഫഷൻ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പ്രൊഫഷൻ ആക്കി എടുക്കരുത്, ഇപ്പോഴും വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന ജോലിയായിട്ട് പലർക്കും തോന്നുന്നില്ലേ എന്നുള്ള. കാരണം ഞങ്ങൾ അതിന് പിന്നിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. ഈ വീഡിയോ ജസ്റ്റ് വരുമ്പോ അവർ വിചാരിക്കും ഇതൊക്കെ സിമ്പിൾ ആണ് എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ചോദിച്ചവരോട് നമുക്ക് ഇതൊരു പ്രൊഫഷൻ ആക്കി തന്നെ നമുക്ക് എടുക്കാൻ പറ്റി എന്നുള്ളതാണ് വേറൊരു കാര്യം. ശരിക്കും ഇപ്പൊ ബിഫോറിന്റെ ആഫ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ബിഫോറിനെ പറ്റി ആലോചിക്കുമ്പോ ശരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്
പിക്ചർ അതുപോലെ കളർഫുള്ളും ഇപ്പഴത്തെ കളർഫുള്ളോ പ്രശ്നങ്ങളില്ല, അതൊന്നുമല്ല പറയുന്നത്. പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതും ഇതും കമ്പയർ ചെയ്യുമ്പോ ആഫ്റ്റർ ആണ് ഏറ്റവും അടിപൊളി. അടിപൊളി അതെ, അതാണ് തോന്നുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പാരന്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണ്? അവരെ കൊണ്ടിട്ട് ഇപ്പൊ നമ്മള് വീട്ടില് എന്താ പറയാ ഇത്രയും കാലം നമ്മളെ നോക്കി അവരെ കഷ്ടപ്പെട്ട് അവരെയും കൊണ്ടിട്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് ട്രിപ്പിന് പോകാൻ വേണ്ടി അതെ, നമുക്കപ്പൊ ഇങ്ങനെ എന്താ പറയാ എല്ലാരും കൂടി പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം ആകുമ്പോ കുറെ കൺസേൺസ് ഉണ്ട്. അങ്ങനെ പറ്റുമോ, ഇങ്ങനെ പറ്റുമോ, ആ രീതിയിൽ നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുമോ? അതായത് എന്താ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കാം, സ്റ്റേ ചെയ്യാൻ പറ്റുമോന്നൊക്കെ ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ അത് എന്താ പറയാ പോസിബിൾ ആണ്. നമ്മളെ കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാല് അവർക്ക് ഇന്നൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ അതെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ ഒരു അല്ല കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞങ്ങളുടെ അമ്മമാര് എന്നൊക്കെ പറയുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോവാത്തൊരു ടൈപ്പ് ആൾക്കാരായിരുന്നു. അവിടുന്ന് ഇപ്പൊ അവരിങ്ങോട്ട് ചെയ്യിക്കും, ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങള് ഞങ്ങളെ കൂടെ കൂട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയും. ഞങ്ങള് മാത്രം പോകുന്ന സമയത്ത് അല്ല ഞങ്ങളെയും കൊണ്ടൊരു ട്രിപ്പൊക്കെ പോവാൻ വളരെ റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവര് കണ്ടവര് വന്ന സമയത്ത് ഉമ്മയും മമ്മിയും പറയുന്നത് ഞങ്ങളുള്ള ഒരു ട്രിപ്പും കൂടി ഉണ്ട് പറയാ ഒരു കടകളും ബാക്കി വെച്ചിട്ടാ പോയതെന്നൊക്കെയാണ് പറയാ. അതായത് അന്ന് കല്യാണത്തിന് ട്രാവൽ ചെയ്യാൻ പറ്റാത്തോണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ വീട് കണ്ടിട്ടില്ല. അപ്പൊ അമ്മയ്ക്കും മമ്മിയൊക്കെ അങ്ങനെ വീട് കാണണം, അവിടെ അച്ഛൻ്റെ അമ്മേനൊക്കെ ഇങ്ങനെ നേരിട്ട് കാണണം എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് നമ്മൾ നേരെ കണ്ണൂരിലേക്കാണ്. കണ്ണൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ പറഞ്ഞു വന്നത് ഈ കുറച്ചു കാലത്തിന്റെ ഇടയിൽ നമ്മുടെ പാരന്റ്സിനെ കൊണ്ടിട്ട് ഒരുപാട് സ്ഥലങ്ങള് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് തോന്നുന്നു പാരന്റ്സിന് ഒരിക്കൽ ഞങ്ങളെ കൂടെ അങ്ങനെ വരിക എന്നുള്ളതാണ് മെയിൻ. ഒരിക്കൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കൽ വെറുതെ ഇരുന്നാൽ മതി. ഞങ്ങളെ ഷൂട്ടും കാര്യങ്ങളായിട്ട് നടന്നു കഴിഞ്ഞാലും ആ ഒരു പ്രസൻസിൽ അങ്ങനെ അവിടെ ഇരിക്കുക എന്നുള്ളതാണ് ഓരോരു ഇഷ്ടം. പിന്നെ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുറച്ച് ഫൈനാൻഷ്യലി നമ്മള് കുറച്ച് എന്താ ഫ്രീ ആവുമ്പോൾ അവരുടെ സൗകര്യങ്ങളും കൂടി നമുക്ക് കുറച്ച് ബെറ്റർ ആക്കി കൊടുക്കാൻ പറ്റും. ആ ഒരു കാര്യം ഞങ്ങൾ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഈസി ആക്കി കൊടുക്കാം, അവരുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കി കൊടുത്തു. അപ്പൊ ആ ഒരു കാര്യം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അവരിപ്പോ നമ്മളെ പറ്റിയിട്ടൊക്കെ ഭയങ്കര പ്രൗഡാണ്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, സന്തോഷം. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഓരോരുത്തരും തമ്മിൽ ആദ്യമായി കണ്ടത് ഓർ മീറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന്. നിങ്ങളെ ഞാൻ വീട്ടിൽ നിന്ന് കണ്ടു. ഓക്കെ, ഞാൻ ശ്രീനേ ഇവിടെ ഞാൻ സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞതാ. 5th നമ്മള് എന്താ പറയാ ഇവള് സ്കൂള് മാറി എന്റെ സ്കൂളിലേക്ക് വന്നു. അപ്പൊ ഇവിടെ 1 മുതൽ ഒരേ സ്കൂളിലാണ്. ഞാൻ 4 വരെ വേറെ സ്കൂളിലായിരുന്നു. അവിടുന്ന് 5ലേക്ക് പോയപ്പോഴാണ് നമ്മള് മീറ്റ് ചെയ്തത്. സല്ലൂരെ ഞാൻ മീറ്റ് ചെയ്ത് കണ്ടത് എനിക്ക് ഓർമ്മയില്ല. ശ്രീനെ ഞാൻ കണ്ടത് ബസ് സ്റ്റോപ്പിൽ അതൊരു ലോങ് സ്റ്റോറിയാണ്. അതെ അതെ, സല്ലൂരെ ഞാൻ കാണുന്നത് ശ്രീയുടെ വീട്ടിൽ നിന്നാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ ഒരു നമ്മള് ഗെറ്റ് ടുഗദർ ഞാൻ കണ്ടത് നെയ്ബർ ആയിട്ട്. ഞാനും അതേപോലെ തന്നെ സൽമാനും പാത്തുനും കണ്ടത് നെയ്ബർ. ആരാണെന്ന് ഞാൻ കണ്ടത് അങ്ങനെയാണ് ഇവരെ കണ്ടത് അഞ്ചിനെ കണ്ടത് ഞാൻ ജുൽഖാനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രീന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് ജുൽഖാനെ. പിന്നെ അമലേട്ടനെ കാണുന്നത് ഞാൻ അമലേട്ടനെ കാണുന്നത് എന്താണ് ഹൈലൈറ്റ് മോൾ വെച്ചിട്ട് ഞങ്ങള് സംസാരിക്കാൻ വേണ്ടി ഫസ്റ്റ് അന്ന് ഹൈലൈറ്റ് കണ്ടപ്പോ ഞാനില്ല സല്ലു ശ്രീ ചെയ്യുന്നുണ്ട് ബീച്ചിൽ ജുൽഖാൻ ബീച്ചിലല്ലേ കോഴിക്കോട് ബീച്ചിൽ കോഴിക്കോട് ബീച്ച് എന്നാണ് കണ്ടത്. പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്റെ ഉമ്മ പ്രസവിച്ചതിന് ശേഷം ഞാൻ എനിക്ക് ഹോസ്പിറ്റലിൽ പോയി കണ്ട ഓർമ്മയില്ല. പക്ഷെ ഉമ്മ ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടെയും കൊണ്ടിട്ട് ഉമ്മ ഒരു പർദ്ദ ഇട്ടിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് തറവാട്ടിലോട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് എന്റെ കണ്ണിലുണ്ടത്. അന്ന് അന്നെനിക്ക് 5 വയസ്സേ ഉള്ളൂ. അതുണ്ട്, കാരണം ഞാൻ കഞ്ഞി എന്താ കുടിക്കായിരുന്നു. അപ്പോഴാണ് ഉമ്മ വരുന്നുണ്ട്. നമുക്ക് വിഷമം ഉണ്ടാവില്ല, കാരണം ഉമ്മ കുറെ ദിവസമായിട്ട് ഇല്ലല്ലോ വീട്ടില്. അപ്പൊ അങ്ങനെ അതൊന്നുമില്ല, ഈ ഒന്നും മിണ്ടാണ്ട്
വിളിച്ചു പറയല്ലോ. അപ്പൊ അനിയത്തി പ്രാവാണല്ലേ ഉമ്മ ചോദിച്ചത് ഉമ്മന്റെ അടുത്ത് പറഞ്ഞു. അത് 5 വയസ്സിലെ നിഷ്കു നല്ല പക്ഷെ എനിക്ക് കണ്ട ഓർമ്മ എന്ന് പറയുന്നത് ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടിട്ട് അപ്പൊ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മ അങ്ങനെ നടന്നിങ്ങനെ താഴോട്ട് വരുന്നത്.